എല്ലാവർക്കും ഹാർലിൻ ആൻഡ് ഹാദയുടെ യൂട്യൂബിൽ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ അൺബോക്സിംഗ് ചെയ്യണ DJIയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. ഇതിന്റെ ബ്രാൻഡ് നെയിം ആണ് DJI. DJIയുടെ ഓസ്മോ മൊബൈൽ 3 ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സ്റ്റേബിൾ ഒക്കെ ആയിട്ട് ഇരിക്കാനാണ്. നമ്മൾ ഫോണൊക്കെ ഷേക്ക് ചെയ്യാൻ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനാണ് ഈ ഇതെടുക്കണേ. അപ്പൊ ഇതിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിന്റെ പേരാണ് ഗിംബൽ. ഇതാണ് ഗിംബൽ. ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. നമ്മൾ ഷേക്ക് ചെയ്യാതൊക്കെ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കണേ. ഇതില് ഈ ബോക്സിൽ വരണ ഒരു കവറിലാണ് ഇത്. പിന്നെ ഇതിലൊരു ബോക്സ് ഇൻക്ലൂഡ് ആയി വരും. അതിലാണ് ഇതിന്റെ കവർ. ഇതുപോലത്തെ ഒരു പൗച്ച് വരും. ഇതുപോലത്തെ ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു കവറിൽ ഒരു പൗച്ച് വരും. അതിൻ്റെ കൂടെ അതിന് ഒരു വയറും ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നമ്മൾ ചാർജ് ചെയ്യാൻ. അതായത് പൗച്ച് എന്ന് വെച്ചാൽ ഇതാണ് പൗച്ച്. ഇതില് നമ്മളിപ്പോ ഗിംബലൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയാണ് ഈ പൗച്ച് തന്നേക്കണേ. അത് അത്രയൊക്കെയാണ് ഈ ബോക്സിലുള്ള ചാർജറാണ്. ഇത് C ടൈപ്പ് ചാർജർ. ഹാൻഡ് ഗ്രിപ്പിന് വേണ്ടിയാണ് ഈ വയറ്. നമ്മൾ ഇതിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഹാങ് ചെയ്യും, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഹാങ് ചെയ്യൂത്. അപ്പൊ അതിനാണ് ഇത് വെച്ചേക്കണേ. അതൊക്കെയാണ് ഈ ബോക്സിലുള്ളത്. നമുക്ക് ഈ ഗിംബിൾ വെച്ച് നമുക്ക് വീഡിയോ മൊത്തം സ്റ്റേബിൾ ആക്കി എടുക്കാൻ പറ്റും. സൂപ്പർ ഇതായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നോടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് DJIയുടെ ഓസ്മോ മൊബൈൽ 3 ആണ്. ഇത് ഈ പ്രൊഡക്റ്റ് നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. പാക്കിംഗ് ഒക്കെ സൂപ്പർ ആണ്, അടിപൊളിയാണ്. നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. DJI Mimo. ഇത് നമുക്ക് അവൈലബിൾ ആൻഡ്രോയിഡ് ഫോൺസിലും ആപ്പിൾ ഫോൺസിലും ഒക്കെ ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പൊ അതിൽ നമുക്ക് അതിന്റെ ഫുൾ ഈ ഗിംബലിന്റെ ഫുൾ ഫീച്ചേഴ്സ് അറിയാൻ പറ്റും. അപ്പൊ ആപ്പിന്റെ പേര് ആണ് DJI Mimo. അപ്പോൾ ഇതൊക്കെ ഈ ജിംബലൊക്കെ നല്ല ഗ്രിപ്പുള്ള സാധനമാണ്. ഇതിങ്ങനെ അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ഫോണൊക്കെ വെക്കണേ. ഇതിൽ നല്ല ഗ്രിപ്പുള്ള സാധനമാണ്. കണ്ടോ, നമുക്ക് കൈ പിടിക്കാനും ഇതിനൊക്കെ നല്ല ഗ്രിപ്പുണ്ട്. ഇതിൽ കുറെ ബട്ടൺസ് ഒക്കെ ഉണ്ട് ഈ ഫോണൊക്കെ കൺട്രോൾ ചെയ്യാനും. ഇതിപ്പോ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇതാണ്. അതിൽ 3 ബട്ടൺസ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യണേ വയറ്. മറ്റേ ഈ വയർ വെച്ച് ചാർജ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ആപ്പ് DJI Mimo. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ വരും. ഇതിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സും ഇതെല്ലാം അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് എഡിറ്റർ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് DJI സപ്പോർട്ട്, അങ്ങനെ DJI ഫോമില അങ്ങനെയൊക്കെ കുറെ. ഇതിൽ നമുക്ക് ഇതിന്റെ ഫുൾ ഫീച്ചേഴ്സ് അറിയാൻ പറ്റും. അതിനാണ് ഈ ആപ്പ് ഉപയോഗിക്കണേ. അപ്പൊ ഇത് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി വെക്കണം. അപ്പോൾ ഈ ഫോണിന്റെ ക്യാമറ വെക്കണ്ടേ എന്ന് വെച്ചാൽ ഈ റെഡ് കണ്ടോ, ഈ റെഡ് ആരോ നിങ്ങൾ കണ്ടോ, അതിന്റെ സൈഡിലായിട്ട് വേണം ക്യാമറ വെക്കണ്ടേ. അപ്പൊ ഈ റെഡ് ആരോന്റെ ആ സൈഡിലായിട്ടായിരിക്കും നമ്മൾ ക്യാമറ ഇരിക്കണ്ടേ. അപ്പൊ ഇത് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഓൺ ആക്കണം. കണ്ടോ, ഇതിപ്പോ വന്നു. ഇതുണ്ടോ, 3 ലൈറ്റ്സ് വന്നിട്ടുണ്ട്. യെല്ലോ, അങ്ങനെ 2 പിങ്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ എമ്മിൽ ഇങ്ങനെ ഇങ്ങനെ നെക്കി പിടിക്കണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, നിങ്ങൾ ഓണിന്റെ സൈൻ കണ്ടോ,
അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നെക്കി പിടിക്കണം. അപ്പം നമ്മുടെ ഫോൺ ഒന്ന് ഇങ്ങനെ കറങ്ങി വരും. എന്നിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇച്ചിരി നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത് ഇച്ചിരി സ്ട്രെങ്ത് ഒക്കെ വേണം. ഇച്ചിരി ഇത് നമ്മൾ കെയർഫുള്ളി ആയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതില് ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. നമ്മൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ ഇത് ഈ സൈഡിൽ വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പോവാം, എനിക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോവാം. ഉണ്ടോ അങ്ങനെ ചെയ്യാനാണ് ഈ ജോയ്സ്റ്റിക്ക്. പിന്നെ ഇതെന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനാണ്. ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ വീഡിയോ റെക്കോർഡ് ആവും. പിന്നെ ഇതിലാണ് നമ്മൾ ഓണും ഓഫും ചെയ്യണേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ സൂം ചെയ്യാം. പിന്നെ ആണെങ്കിൽ ഇത് നമുക്ക് സൂം ഔട്ടും ചെയ്യാം ഇത് വെച്ച്. എന്നിട്ട് ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഇതുണ്ട്. എന്ന് വെച്ചാൽ പവർ ബാങ്ക് യൂസ് ചെയ്യാനൊക്കെ ഈ വയർ യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ആണെങ്കിൽ അപ്പോൾ ഈ ഗിംബൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. നമുക്ക് വീഡിയോ എടുക്കാൻ ഷേക്ക് ചെയ്യാതൊക്കെ സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്. സോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. യൂട്യൂബേഴ്സ് ഒക്കെ ഇത് തീർച്ചയായും മേടിക്കണം. ഇത് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കിട്ടണമെങ്കിൽ ഇത് മേടിക്കണം. അപ്പോൾ ഇത് ഞാനൊരു ബിഗിനറാണ് ഈ യൂട്യൂബില്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പ പറഞ്ഞപ്പോൾ മേടിച്ചു തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഇത് നല്ല യൂസ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഞങ്ങൾ ഇത് മേടിച്ചതെന്ന് വെച്ചാൽ യൂറേക്കിലാണ്. ഇതൊരു ഇലക്ട്രോണിക് ഷോപ്സ് ആണ്. ലൈക്ക് ഓൾ അബൌട്ട് ഇലക്ട്രീഷ്യൻസ് എന്നുള്ള ഒരു ഇതിലുള്ള ഇത് യൂറേക്കെന്നാണ് ഞങ്ങൾ മേടിച്ചത്. നമുക്ക് വേറെ ഷോപ്സിൽ അവൈലബിൾ ആണ്, പക്ഷെ ഞങ്ങൾ മേടിച്ച യൂറേക്കെന്നാണ്. ഇത് യൂറേക്കയിൽ ഇത് യൂറേക്കിൽ ഫഹലിൽ മാത്രമല്ല കുറെ സ്ഥലത്തുകളുണ്ട് കുവൈറ്റില്. അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചത് യൂറേക്കെന്നാണ്. അപ്പൊ എല്ലാരും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണുകളും ക്ലിക്ക് ചെയ്യുക. എന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. ഒരു നല്ല വീഡിയോ.